നമുക്കറിയാം ഈ മാസം പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു മാസമാണെന്ന് മാത്രമല്ല സഭയുടെ സിനഡ് നടക്കുന്ന മാസമാണ്. വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടും നമുക്ക് എടുക്കേണ്ടതാണ്. അതിനുള്ള ഒരു വലിയ ബോധ്യം ഉണ്ടാകണം. അതിനേക്കാൾ ഉപരി അകത്ത് നടക്കുന്ന ചില രാഷ്ട്രീയ കളികളെയും നേരിടേണ്ടതാണ്. അതുകൊണ്ട് പിതാക്കന്മാരുടെ ആത്മാവിന് ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാകുന്നതിനും പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുവാനും യാതൊരുവിധ ദ്രവ്യാസക്തിയുടെ ശക്തിയിലും ഇവർ തളർന്നു പോകാതിരിക്കാനും ശരിയാം വിധം സഭയെ നയിച്ചു കൊണ്ടുപോകാനും ശരിയായ ദിശയിൽ കൊണ്ടുപോകാനും പോയ വിശ്വാസികളിൽ വീണ്ടെടുക്കുന്നതിനും വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ പ്രാവശ്യത്തെ സിനഡിൽ സഭാപിതാക്കന്മാർക്ക് മേലധികാരികൾക്ക് ഉള്ളത്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇവരോട് നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമുക്കറിയാം ഇപ്പോൾ എന്താണ് സഭയിൽ നടക്കുന്നതെന്ന്. അതായത് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. വീണ്ടും പറയാണ്, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. നമുക്കറിയാം നമ്മളുടെ എറണാകുളം രൂപതയിൽ മാത്രമാണ് ഈ കയ്യാങ്കളി നടക്കുന്നത്. അതിൽ കൈയിട്ട് വരാനായിട്ട് പല കണ്ണൂർക്കാരും തലശ്ശേരിക്കാരും എല്ലാം ഇവിടെ വന്ന് 10 കൊല്ലമായിട്ട് അടിയറച്ച് നടന്നിട്ട് അതിൽ കളിക്കുകയാണ്. അപ്പോൾ ഈ വസ്തുതയെല്ലാം നമുക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയാണ്. എറണാകുളം രൂപതയ്ക്ക് വലിയ വിധത്തിലുള്ള സ്വത്തുക്കളുണ്ട്. ഓക്കെ, അതിന് സ്വത്തുക്കളുണ്ടായത് ഇപ്പം ഒരു 10 കൊല്ലം മുമ്പ് വന്നു കയറിയ പിതാക്കന്മാരുടെ മഹിമയൊന്നുമല്ല. ഈ സ്ഥലത്തിന് മൊത്തത്തിൽ എറണാകുളത്ത് വലിയൊരു പുരോഗമനം ദൈവം അനുവദിച്ചു. പക്ഷേ ആ പുരോഗമനത്തിന് ചൂഷണം ചെയ്യാൻ നമ്മുടെ പിതാക്കന്മാരുടെ ആ കുറുക്കൻ്റെ കണ്ണുകൾ വളരെയധികം ഉപയോഗിച്ചു. അതിലേക്ക് ഇല്ലുമിനാറ്റിയുടെ ഫണ്ട് വന്നു. ആ ഫണ്ട് വെച്ച് പല കാര്യങ്ങളും നേടാൻ സാധിച്ചു. അതെല്ലാം കൊള്ളാം, ഓക്കെ. പക്ഷേ ഇതാർക്കാണ് ഉപയോഗപ്പെടുത്തുന്നത്? സത്യം പറഞ്ഞാൽ വിശ്വാസികൾക്കോ നമ്മളുടെ സമൂഹത്തിനോ പകരമായിട്ട് മറ്റു സമൂഹത്തിലേക്കും മറ്റു സമൂഹത്തിൻ്റെ മേന്മയ്ക്കും വേണ്ടി അടിയിൽ കൂടെ ഇത് പോകുന്നില്ലേ? ചിലവർക്ക് മാത്രമായിട്ടല്ലേ ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലിസി ആശുപത്രി, LF പോലത്തുള്ള ശുശ്രൂഷാലയം എന്ന് വിളിക്കണം. കാരണം അനേകം സന്യസ്തരുടെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന, നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന സന്യസ്തരുടെ ഗുണം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പടുത്ത് വളർത്താൻ സാധിച്ചത്. അത് അച്ഛന്മാരും പിതാക്കന്മാരും മറന്നു പോകരുത്. ആ മിണ്ടാപ്രാണികളായിട്ട് ഒന്നും സംസാരിക്കാതെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഇവരുടെ ശുശ്രൂഷയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരുന്ന ലാഭം നമ്മളുടെ സമൂഹത്തിന് 50% എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ബില്ലുകൾ കുറച്ചുകൂടാ? നമ്മുടെ സമൂഹത്തിന് ഇത്രയ്ക്കും വലിയ 1000 കോടിയൊക്കെ ലാഭം കിട്ടുന്ന ലിസി ആശുപത്രി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തിന് നിങ്ങൾ കള്ളത്തട്ടിപ്പ് ചെയ്ത് ഇല്ലാത്ത ഓഡിറ്റിങ്ങും ചെയ്തിട്ട് നിങ്ങൾ വളരെയധികം തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവിടെ ഇരുന്ന് നമുക്കറിയാം ഇപ്പം കൂരിയിൽ വന്നിരിക്കുന്ന ഒരു അച്ഛൻ 5 കോടി മുക്കിയതാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയന്ത്രത്തെ കണ്ണുരുട്ടി അയാളെ പുറത്താക്കി എന്നുള്ളത് വേറൊരു സത്യം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഓരോ അച്ഛന്മാരുടെ വീട്ടിലേക്ക് ഇത് പോകുന്നു? അതിന് പകരമായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുക, നമ്മളുടെ സമൂഹത്തിന് നന്മ ചെയ്യുക. നിങ്ങളിപ്പോൾ എല്ലാവരെയും രക്ഷിച്ച് കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാവശ്യമില്ലാതെ അവിടെ കിടന്ന് ഒരു സ്ത്രീ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആ കുട്ടികളെ അടിക്കുകയും പിടിക്കുകയും ചെയ്ത് ഭീഷണിപ്പെടുത്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ പിതാക്കന്മാരുടെ വായിലൊക്കെ കോഴിക്കുട്ടയായിരുന്നോ? ഇവർക്കതൊന്നും പറയാൻ പറ്റിയില്ലേ? ഇവിടെ ഇരുന്ന് 2 പേരുണ്ടായിരുന്നല്ല, എന്തുകൊണ്ട് ഇവർക്ക് 2 പേർക്ക് പോയിക്കൂടാ? കാരണം നമ്മളുടെ സമൂഹത്തിലുണ്ടായിരുന്ന കന്യാസ്ത്രീകളെയാണ് അവർ ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റിയില്ല? നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് BJP വലിയ കാര്യം ചെയ്തെന്ന് 10 ദിവസം വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ 10 ദിവസം തടങ്കലിലാക്കിയപ്പോഴാണ് നിങ്ങൾ പോയത്. അത് പലയും ഒന്ന് സംസാരിച്ചത്. അതും എന്തായാലും പൗളി പിതാവ്
ആദ്യമായിട്ടൊന്ന് വായ തുറന്നു. എന്തായാലും പിതാക്കന്മാരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞ ആ കാര്യം, ആരാണ് പാമ്പ്ലാനി പിതാവ് ഇത് മുഴുവനും പറയാനായിട്ട്? പുള്ളിക്ക് ആരാണ് മാർപ്പാപ്പയുടെ മുകളിൽ അധികാരം കൊടുത്തിരിക്കുന്നത്? തട്ടിൽ പിതാവ് എവിടെ? വായടച്ച കസേരയുടെ അടിയിലിരിക്കാനുള്ള പാമ്പ്ലാനി പിതാവിനെയാണല്ലോ മുൻപിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. പാമ്പ്ലാനി പിതാവ് ചെറുപ്പമായതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ മുഴുവനും പുള്ളിക്ക് കയ്യിലിട്ട് ഒതുക്കാം സഭയെ എന്നുള്ള ആ ഒരു വ്യാമോഹം അവിടെ ഇരിക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് നിങ്ങളെ കണ്ണൂരിലേക്ക് തന്നെ തിരിച്ചു വിടുമെന്നുള്ളത് വേറൊരു സത്യം. കാരണം നിങ്ങളുടെ ഈ ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ വലിയ ഒരു അത്യാഗ്രഹമാണ് ഈ സഭയെ, ഇന്നത്തെ എറണാകുളം രൂപതയെ ഈ വിധത്തിൽ സമവായ പായസം കൊണ്ട് എല്ലാവർക്കും വാങ്ങി കൊടുത്തു. എല്ലാ ആത്മായ നേതാക്കളെയും പോക്കറ്റിലിട്ട് നിങ്ങൾ തട്ടി നടക്കുന്ന കാര്യം ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് തന്നെ പിതാക്കന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 6-ാം വചനം നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ശക്തി നൽകട്ടെ എന്നാണ് ഞങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. ഈ വചനത്തിൽ പറയുകയാണ് പൗലോസ്ലീഹ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ ആത്മനിയന്ത്രണം കൂടി അവസാനം എന്ത് കയ്യാങ്കളി മെടയന്ത്രത്തിൻ്റെ പൈസ വെച്ച് പാമ്പ്ലാനിക്കും തട്ടിലും കളിക്കാം, കാവൽപ്പുരയുടെ അതിന് കാവലം നിൽക്കും എന്നുള്ള ആ ഒരു പ്രസ്താവനയും പ്രക്രിയയും ഇന്നു മുതൽ ഇത് അവസാനിപ്പിക്കുക. സിനഡിൽ ശക്തമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ സഭാ വിശ്വാസികളെ 99.8% ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. സഭയെ ഇല്ലാണ്ടാക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. സഭാപിതാക്കന്മാരെ, സഭാ നേതൃത്വമേ, ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ സിനഡ് കൺക്ലൂഡ് ചെയ്യാൻ. അതിനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ അതിനെ ഈ ഒരുമിച്ചാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്കമാലിയിൽ വലിയൊരു പ്രസ്താവനയൊക്കെ നടത്തി ഒരു മീറ്റിംഗ് എല്ലാം സംഘടിപ്പിച്ചു. ഇതെല്ലാം തട്ടിപ്പും പാമ്പ്ലാനിയുടെ പ്ലംപ്ലമുമാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഈ സിനഡിൽ തീരുമാനം എടുത്ത് ഇവരെ രണ്ടുപേരും രാജിവെപ്പിച്ച് വന്ന വഴിക്ക് വിട്ടിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന പിതാക്കന്മാരെ തെരഞ്ഞെടുത്ത കാര്യങ്ങൾ നേരാൻ വണ്ണം നീക്കിയില്ലെങ്കിൽ ഈ സഭയുടെ അടിത്തറ ഇളക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സഭാപിതാക്കന്മാരെ നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് തിരികല്ല് കെട്ടി അറബിക്കടലിലേക്ക് പോകുന്നതായിരിക്കും സിനഡ് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലത്. തിന്നും കുടിക്കാനും മാത്രമായിട്ട് ഒരു സിനഡ് കൂടരുത്. ഇത് പരിശുദ്ധാത്മാവിൽ നിങ്ങളെല്ലാവരും ഉപവസിച്ച് വേണം നിങ്ങൾ സിനഡ് കൂടാനായിട്ട്. ഇതൊരു വിശ്വാസി എന്നുള്ള നിലയിലും എല്ലാ അമ്മമാരുടെയും പ്രതിനിധി എന്ന നിലയിലുമാണ് ഞാൻ പറയുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ലാലി ചേച്ചി.